ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രഹരത്തിനിടെ അമേരിക്കയ്ക്ക് വ്യക്തമായ സന്ദേശം നൽകി ഇന്ത്യ ചൈന റഷ്യ സൗഹൃദം. ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും ചർച്ച നടത്തി. പുടിനുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഏഷ്യയിലെ വൻശക്തികൾ തമ്മിൽ പുതിയ സൗഹൃദം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ടിയാൻജിനിൽ കണ്ടത്. ഉച്ചകോടി വേദിയിൽ പ്രധാനമന്ത്രി മോദി എത്തിയത് വ്ളാഡിമിർ പുടിനൊപ്പം. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ അവഗണിച്ച് ഇരുവരും നടന്നു നീങ്ങുന്നതും ഷെഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്നതുമായ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. ഫോട്ടോ സെഷന് മുമ്പായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ ഹ്രസ്വ ചർച്ച നടത്തി. മൂവരുടെയും ചിത്രങ്ങൾ മോദി എക്സിൽ പങ്കുവച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചകൾക്കായി മോദിയും പുടിനും ഒരേ കാറിലാണ് യാത്ര തിരിച്ചത്. പുടിനുമായി 50 മിനിറ്റോളം നീണ്ട ഉഭയകക്ഷി ചർച്ചയിൽ സാമ്പത്തിക ഊർജ്ജ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ചർച്ചയായി. യുക്രൈനിലെ സംഘർഷം പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നടപടികളിൽ പിന്തുണ അറിയിച്ച പ്രധാനമന്ത്രി മോദി സംഘർഷം അവസാനിപ്പിക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വർഷം അവസാനം നടക്കുന്ന 23ാമത് വാർഷിക ഉച്ചകോടിക്കായി മോദി പുടിനെ ക്ഷണിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 24 ഡൽഹി.